ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ചെറിയൊരു ഭാഗവും പിന്നെ പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പാത്തൂസിന് മൈലാഞ്ചി വേണം എന്നിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അങ്ങനെ മൈലാഞ്ചിയൊക്കെ അരച്ച് പാത്തൂസിൻ്റെ കയ്യിലും കാലുമേലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാലുമത്തെ എടുത്തിട്ടില്ല കേട്ടോ, കൈയൊക്കെ കഴുകി കൊടുത്തപ്പോൾ അത്യാവശ്യം ചുവപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഉറക്കവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ശേഷം ഞാനും കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ മൈലാഞ്ചി അതുപോലെ തന്നെ കുപ്പിവള എന്ന് പറയുന്നത് ഭ്രാന്താണ് കേട്ടോ. പക്ഷെ എൻ്റെ ഒരു കയ്യിലത്തെ കുപ്പിവളയൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ. പിന്നെ ഇതേ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആയപ്പോൾ ഇതേ മൈലാഞ്ചിയൊക്കെ കഴുകി കളഞ്ഞപ്പോൾ നല്ല പോലെ തന്നെ ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നാടൻ റോസൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നു. ഞാനിപ്പോൾ ഇതേ ചട്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നാളികേര ചട്നിയാണ്. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ മസാല ഉണ്ടാക്കാനുള്ളതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും സബോളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പ് വേഗം ഒന്ന് കത്തിച്ച് അതിൽ ഞാനിപ്പോൾ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഞാനിപ്പോൾ മസാല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാച്ചിയെടുക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കടുക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് മസാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയൊരു വെള്ളം പോലെയാണ് നിൽക്കുന്നത് മസാല. ഇനി നമുക്കിതൊന്ന് മസാല ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ദോശയിൽ ഇതാവുമ്പോൾ ദോശ അങ്ങോട്ട് പൊട്ടിപ്പോവുകയും ചെയ്യും. പിന്നെ മസാലയൊക്കെ ഇങ്ങനെ ഒലിച്ച് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് മസാല ദോശ ഉണ്ടാക്കിയപ്പോൾ സുഡാപ്പിക്ക് തികഞ്ഞില്ല, ഇനി വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഉരുളക്കിഴങ്ങ് 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അധികം കഴിക്കാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. പക്ഷേ കുറേ ദിവസമായിട്ട് മസാല ദോശ കഴിക്കാത്ത കാരണം അവന് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ദേ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നെയ്യും എണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പരട്ടി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതേ ദോശയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, ദോശക്കല്ലിൽ നിന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. ഒരു മസാല ഇട്ടതിന് ശേഷം ആകുമ്പോൾ പിന്നെ പാടാകും. അത് കാരണം കൊണ്ട് ഞാൻ ആദ്യം ചട്ടയും കൊണ്ടൊന്ന് ദോശ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതേ മസാല ദോശയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദോശക്കല്ലൊക്കെ മാറ്റാറായി എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അത് എല്ലാ ദോശയും ഞാൻ അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മസാല ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചട്നിയും മസാല ദോശയും പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഇവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ ലാസ്റ്റ് വയ്ക്കൽ, അല്ലെങ്കിൽ പിന്നെ ചൂടാറിപ്പോവും. എനിക്കാണെന്നുണ്ടെങ്കിൽ തിളച്ച ചായ വേണം. അവർക്ക് പിന്നെ വെള്ളത്തിൽ വെക്കാമല്ലോ, എനിക്ക് ചൂടുള്ള ചായ വേണം. അപ്പോൾ പിന്നെ ചൂടാക്കാൻ നിൽക്കേണ്ടത് വെച്ചിട്ട് പിന്നെ ഞാൻ അപ്പം തന്നെ ചായക്കുള്ളതൊക്കെ വെച്ച് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ ഇപ്പോൾ മുട്ട തിളപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ, കറി. അങ്ങനെ മുട്ട തിളപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് അമരക്കായ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സബോളയും വെളുത്തുള്ളിയാണ് കേട്ടോ, ഉള്ളി ഇല്ല, അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നാളികേരം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സബോളയും വെളുത്തുള്ളിയാണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കൂട്ടാനൊക്കെ കച്ചാനായിട്ട് ഉള്ളിയാണ് കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ മൺചട്ടിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പേരിയും അതുപോലെ കറികളൊക്കെ വെക്കുമ്പോൾ അധികം ഞാൻ ചട്ടിയിലാണ് കേട്ടോ വെക്കുക. പിന്നെ അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വറ്റൽമുളക് ചതച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതില്ല, അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച് കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അമരക്കായ. അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത്. അങ്ങനെ ഇപ്പോൾ അമരക്കായൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കറണ്ട് പോകാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല കാറ്റും നല്ല മഴയും. മക്കൾ സ്കൂളിലേക്കും പോയിട്ട് പേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. 3 സൈക്കിളിലാണ് പോയിട്ടുള്ളത്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇരിക്കുന്നത്. രാവിലെ ഒന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം സൈക്കിൾമ വിട്ടത്. എന്താവുന്നൊന്നും അറിയില്ല. അങ്ങനെ ഇപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോറൊക്കെ ആയപ്പോൾ ഞാൻ ചോറൊന്ന് വാർത്തെടുക്കുന്നുണ്ട്. പിന്നെ പാത്തൂസ് എൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാറ്റും ഇടിവെട്ടൊക്കെ ആയപ്പോൾ പേടിയായിട്ടാണ്
നല്ല പോലെ തന്നെ കാറ്റുണ്ട് കേട്ടോ പുറത്ത്. മുകളിലത്തെ ഷീറ്റൊക്കെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പൊന്തി പോവും, പിന്നും താന്ന് വന്നിരിക്കും, പിന്നും പൊന്തിപ്പോവും. അപ്പോൾ ഭയങ്കര സൗണ്ടാണ് ഷീറ്റിൻ്റെ. അപ്പോൾ അത് മേടിച്ചിട്ട് തോന്നുന്നുണ്ട് ബാത്തൂസ് എൻ്റെ പുറകെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പേരിയൊക്കെ ഒന്നത് ഇപ്പോൾ ചോറൊക്കെ വാർത്ത് വരുമ്പോഴേക്കും ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാനും ബാദൂസൊക്കെ ഇരുന്ന് ചോറൊക്കെ ഉണ്ട്. അപ്പോഴേക്ക് കറണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. മഴ എന്ന് വെച്ചാൽ എന്തുമാതിരി മഴയാണെന്നറിയോ. കാറ്റും അതുപോലെ തന്നെ നല്ല ശക്തിയിലുള്ള കാറ്റായിരുന്നു കേട്ടോ. കറണ്ടും പോയി. ഇനി എപ്പോഴാണ് കറണ്ട് എന്ന് വരികയെന്ന് അറിയില്ല. പിന്നെ ഫോണിൽ ചാർജും കുറവായിരുന്നു കേട്ടോ, വീഡിയോസ് എടുക്കലൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.